ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ ഈ ഒരു അടിപൊളി റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കിയിട്ട് വന്നാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ്റെ ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ായിട്ട് ഗ്യാസിലേക്ക് ഇതേപോലെ പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ചിക്കൻ്റെ ലെഗ് പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു ചിക്കൻ ഒന്ന് മൂടിക്കിടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി ചിക്കൻ നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റാണ് കേട്ടോ ഞാനിവിടെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ചിക്കനൊക്കെ കണ്ടില്ലേ, നല്ല പോലെ തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് കുക്കായിട്ട് വന്നാൽ മാത്രം മതിയാവും. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. അപ്പോൾ ചിക്കൻ വേവിച്ചിട്ടുള്ള ഈ ഒരു വെള്ളം കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ വല്ല ചിക്കൻ റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ അരി ഈ ഒരു വെള്ളത്തിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ ആയിരിക്കും. ചിക്കനൊക്കെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ എല്ല് സെപ്പറേറ്റ് ആക്കിയിട്ട് വെക്കണം. അപ്പോൾ ഇതിലുള്ള മീറ്റൊക്കെ മുഴുവനായിട്ട് എടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് എല്ല് ഇതുപോലെ സെപ്പറേറ്റ് ആക്കി എടുക്കാം. അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ മുഴുവനായിട്ട് ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ചിക്കൻ്റെ എല്ലൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ഒരുപാട് പേസ്റ്റ് രൂപത്തിലൊന്നും അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പൾസ് മോഡിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ കണ്ടില്ലേ, ഇതേപോലെയാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത്. ഒരുപാട് പേസ്റ്റ് പോലെ ഒന്നും അരച്ചെടുക്കേണ്ട, ഇതേപോലെയാണ്. അപ്പോൾ ഇനി നമുക്കിത് വേറെ ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഇതേപോലെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാം. ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുക്കുന്നതെങ്കിൽ 2 എണ്ണം വരെയൊക്കെ എടുക്കാം കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് തന്നെ ഇതേപോലെ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് മാത്രം നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മല്ലിയില എന്തായാലും ചേർത്ത് കൊടുക്കുക. ഇനി കൈ വെച്ചിട്ട് എല്ലാം കൂടി ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് തന്നെ ഇതുപോലെ കുഴച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. കാരണം നമ്മളിത് കൈ വെച്ചിട്ടൊന്ന് ഷേപ്പാക്കിയിട്ട് എടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടല്ലേ, അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇവിടെ മൊത്തം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഷേപ്പാക്കാൻ പറ്റും പറയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള എല്ലുണ്ടല്ലോ, എല്ല് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഒരു മിക്സ് ഉണ്ടല്ലോ, അതിൽ നിന്ന് അത്യാവശ്യം വലുപ്പമുള്ള ഇതുപോലെ ഒരു ഉരുള എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള എല്ലുണ്ടല്ലോ, അതെടുത്തിട്ട് നമ്മൾ ഈ ഒരു മാവിൻ്റെ ഉള്ളിൽ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കിയിട്ട് എടുക്കാം. അപ്പോൾ കൈ വെച്ചിട്ട് നല്ല പോലെ തന്നെ ഷേപ്പ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. നമ്മുടെ ചിക്കൻ്റെ ലെഗ് പീസൊക്കെ ഉണ്ടല്ലോ, അതേപോലെ തന്നെ കൈ കൊണ്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ കാണുമ്പോഴേ കണ്ടില്ലേ, നമ്മുടെ ചിക്കൻ്റെ ലെഗ് പീസൊക്കെ ഉണ്ടല്ലോ, അതേപോലെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് കേട്ടോ, അധികം സമയമൊന്നും എടുക്കില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഒരു എല്ലിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമ്മുടെ ഈ ഒരു മിക്സ് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ നല്ല പോലെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പം ഞാനിവിടെ മുഴുവനായിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള എല്ല് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ ആ ഒരു മിക്സ് കറക്റ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു മിക്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
ഇപ്പോൾ മുട്ട നന്നായിട്ട് തന്നെ ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ. ഇനി നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ നമുക്ക് നന്നായിട്ട് ആ മുട്ടയിലൊന്ന് ഇതുപോലെ കോട്ട് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് ഇതേപോലെ ബ്രെഡ് ക്രംസിലും നല്ല പോലെ തന്നെ ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇതാ മുഴുവനായിട്ട് ഇതേപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പുറത്ത് ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കളറൊക്കെ ഒന്ന് മാറി വരും. അപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പുറം ഭാഗം മാത്രം ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നാൽ മതിയല്ലോ. ഉള്ളിൽ നമ്മുടെ ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ വെന്ത് വന്നിട്ടുള്ളതാണല്ലോ. ഇപ്പോൾ എല്ലാ സൈഡും തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഇതേപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളി കളറായിട്ട് നല്ല സൂപ്പറായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയല്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് കേട്ടോ, കഴിക്കാനും നല്ല സൂപ്പറായിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് ചിക്കൻ്റെ ലെഗ് പീസും ഉരുളക്കിഴങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വെറൈറ്റി അല്ലേ, കുട്ടികൾക്കും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടമാവും. അപ്പോൾ ഇതുപോലെ ചിക്കൻ്റെ എല്ലൊന്നും ആരും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ മറക്കാതെ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണേ. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടിങ് കൂടി ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് നാളെ വേറൊരു അടിപൊളി ഇതുപോലുള്ള ഒരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.